വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബിസിനസ് സ്റ്റഡീസിൽ 3rd ചാപ്റ്ററിൽ ഗവൺമെൻറ് കമ്പനി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഗവൺമെൻറ് കമ്പനി. അപ്പോൾ എന്താണ് ഗവൺമെൻറ് കമ്പനിയുടെ മീനിങ് നോക്കാം. ഗവൺമെൻറ് കമ്പനി is established under the Indian Companies Act 1956 and is registered and governed by the provisions of the Indian Companies Act. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷനാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്യുവർലി ബിസിനസ് പർപ്പസിനാണ്. ഗവൺമെൻറ് കമ്പനി ആണെങ്കിലും ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് കാണാം, എ ഗവൺമെൻറ് കമ്പനി മീൻസ് എനി കമ്പനി in which not less than 51% of the paid up capital is held by the central government. അപ്പോൾ ഇതിലെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് 51% എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓർ ബൈ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് പാർട്ട്ലി ബൈ വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ടോട്ടൽ 51% ഈ പറയുന്ന ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐദർ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പാർഷ്യലി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ പാർഷ്യലി ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ കാണാനായിട്ട് പറ്റുക. ഓക്കെ, എന്തൊക്കെയാണ് ഗവൺമെൻറ് കമ്പനിയുടെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. It's an organization created by the Indian Companies Act 1956. Indian Companies Act 1956 അനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മൾ മീനിങ്ങിൽ പറഞ്ഞു. Then the company can file a suit in the court of law against any third party and can be sued. The company can enter into a contract and can acquire property in its own name. ഇപ്പോൾ ഇവിടെ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിക്ക് കമ്പനിയുടെ സ്വന്തം പേരിൽ കോൺട്രാക്ട്സിൽ ഇൻവോൾവ് ചെയ്യാനും എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ കമ്പനിക്ക് സ്വന്തം പേരിൽ കേസ് ഫയൽ ചെയ്യാനും ഒക്കെയുള്ള ഒരു റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ഈസ് റെഗുലേറ്റഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് ലൈക്ക് എനി അതർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ മറ്റ് പബ്ലിക് ലിമിറ്റഡ് അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് റെഗുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ് ഗവൺമെൻറ് കമ്പനിയും വർക്ക് ചെയ്യുന്നത്. The employees of the companies are appointed according to their own rules and regulations as contained in the memorandum and articles of association of the company. നമുക്കറിയാം മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിലെ കമ്പനിയുടെ പ്രിൻസിപ്പൽ ഡോക്യുമെൻറ്റ്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണോ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൽ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കമ്പനീസിൻ്റെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓഡിറ്ററെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലായിരിക്കും ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ദ ഗവൺമെൻറ് കമ്പനി ഒബ്റ്റെയിൻസ് ഇറ്റ്സ് ഫണ്ട് ഫ്രം ഗവൺമെൻറ് ഷെയർ ഹോൾഡിങ്സ് ആൻഡ് അതർ പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഗവൺമെൻറ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് ഇതിൻ്റെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് ഓൾസോ പെർമിറ്റഡ് ടു റേസ് ഫണ്ട് ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള റൈറ്റും ഗവൺമെൻറ് കമ്പനിക്കുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം മെറിറ്റ്സ്? ഗവൺമെൻറ് കമ്പനി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫുൾഫില്ലിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. സെപ്പറേറ്റ് ആക്ട് ഇൻ ദ പാർലമെൻറ്റ് ഇസ് നോട്ട് റിക്വേർഡ്. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേറ്റ് ആക്ടിൻ്റെ ആവശ്യമുള്ള ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആക്ട്, പാർലമെൻറ്റ് സെപ്പറേറ്റ് ആക്ടിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കുറച്ച് ഓപ്പറേഷണൽ ഫ്രീഡം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദ ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അല്ലേ, കമ്പനിക്ക് കമ്പനീൻ്റെ നെയിമിൽ ഓരോ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. Then it enjoys autonomy in all management decisions and takes actions according to business prudence. അപ്പോൾ ഇവിടെ ഓട്ടോണമി ഉണ്ട്, ഫ്രീഡം ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഈ ഒരു കമ്പനിയുടെ ഗവൺമെൻറ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ക്വിക്കായിട്ട് എടുക്കാനും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാനും ഒക്കെയുള്ള ആ ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളതും ഇവിടെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ദീസ് കമ്പനീസ് by providing goods and services at reasonable prices are able to control the market and curb unhealthy
ബിസിനസ് പ്രാക്ടീസസ്. അപ്പോൾ ഇത് ഗവൺമെൻറ് കമ്പനിയാണ്, പ്രോഫിറ്റ് മോട്ടീവാണ് ഡെഫിനറ്റ്ലി. പക്ഷേ പബ്ലിക്കിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് റീസണബിൾ പ്രൈസസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനും അൺഹെൽത്തി ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഹോർഡിംഗ് പോലെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസസ് കൺട്രോൾ ചെയ്യാനും ഗവൺമെൻറ് കമ്പനീസിലൂടെ പറ്റുന്നുണ്ട് എന്നുള്ളതും അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ മെറിറ്റ് ആയിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ ഇവിടെയും കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് കമ്പനിയുടെ ലിമിറ്റേഷൻ? Since the government is the only shareholder in some of the companies, the provisions of the Companies Act does not have much relevance. അപ്പോൾ ഇവിടെ 51% സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില കമ്പനീസിലൊക്കെ മേജർ പോർഷൻ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ഗവൺമെൻറ് ആയിരിക്കും മെയിനായിട്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് എല്ലാം ഇവിടെ അതേപോലെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പതുക്കെ ആ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആണോ റൂൾ ചെയ്യുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു വേ ഓഫ് ഡൂയിങ്ങിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ പാർലമെൻറ്റിനോട് ഡയറക്റ്റ്ലി ആൻസറബിൾ അല്ല എന്ന് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു. പക്ഷേ സംടൈംസ് അതൊരു ലിമിറ്റേഷനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പലപ്പോഴും ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ കാരണം ഇവിടെ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതിനുള്ള ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാർലമെൻറ്റിനോട് ഡയറക്റ്റ്ലി ആൻസറബിൾ അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ് കമ്പനിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. The government being a sole shareholder, the management and administration rest in the hands of government. The main purpose of government company registered like other companies is defeated. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ആണ് മെയിൻ ആയിട്ടുള്ള ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യാനുള്ള റൈറ്റും അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റും എല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അപ്പം മറ്റ് കമ്പനീസ് എന്തിനു വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത് ആ സെയിം പർപ്പസ് പലപ്പോഴും ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് റിമൈനിങ് ടോപ്പിക്സ് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.